ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ രേവതി നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഇവിടെ നമ്മൾ ടാരോട്ട് റീഡിങ്സ് മാത്രമല്ല, ടാരോട്ട് ഡെക്ക് മാത്രമല്ല എടുക്കുന്നത്, നമ്മൾ ഒരേക്കൽ കാർഡ്സും കൂടെ നോക്കുന്നുണ്ട്. സോ ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഐ എം സീയിങ് ഐ ആം മോസ്റ്റ് അഫ്രെയ്ഡ്, വാട്ട് ഐ ആം മോസ്റ്റ് അഫ്രെയ്ഡ് ഓഫ് ലോസിങ് എന്നുള്ളൊരു കാർഡ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്നും ഇത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടു പോവുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ് എന്ന് നിങ്ങളൊന്ന് ജോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആ ഒരു നഷ്ടപ്പെട്ടു പോവും എന്ന് നിങ്ങൾ പേടിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രോത്ത് ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കും. ആൻഡ് എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. അത് വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ വിട്ടു കൊടുക്കേണ്ടി വരും. ആൻഡ് നമ്മൾക്ക് ഓൺ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയും നമ്മളുടെ സോളും മാത്രമാണ്. വേറൊരാളുടെ ബോഡി, സോൾ, അവരൊക്കെ നമ്മളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൺ അവർ പേരൻസ്, നമ്മളുടെ പാർട്ട്ണർ, നമ്മളുടെ ഫ്രണ്ട്സ്, ഹൂവർ ഇറ്റ് ഈസ്, ദേ ഡോണ്ട് ബിലോങ് ടു അസ്. അവർ നമ്മളുടെ കൂടെ ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് നമ്മളുടെ ബിലോങ്ങിങ്സ് അല്ല. അല്ലെങ്കിൽ അതിന് നമുക്കൊരു പൊസഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ തിങ്. അത് തിങ്സിനെല്ലാം നമുക്ക് ഒരു പൊസസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കാറിനെ നമുക്ക് പൊസസ് ചെയ്യാൻ പറ്റും, ഒരു വീട് നമുക്ക് പൊസസ് ചെയ്യാൻ പറ്റും. ബട്ട് ഹ്യൂമൻ ബീങ്സ്, സോൾ നമുക്ക് ഒരിക്കലും പൊസസ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ പേരൻസ്, നമ്മുടെ പാർട്ട്നേഴ്സ്, ഇവരെയൊന്നും നമുക്ക് പൊസസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവൻച്വലി വൺ ഡേ അവർ അവരുടേത് മാത്രമാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത് റിലേഷൻഷിപ്പിൻ്റെ പാർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ വേർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വി ഡോണ്ട് പൊസസ് ദം എന്നുള്ളൊരു കാര്യം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹീലിംഗ് കൊണ്ടുവരുന്ന ഒരു സെൻറ്റൻസ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എന്തുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ പറയണമെന്ന് തോന്നിയെന്നറിയില്ല. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് അസ് അഫ്രെയ്ഡ് ഓഫ് ലോസിങ്. റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആൾക്കാർ ലോസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രീവിങ് ഞാൻ കണ്ടിട്ടുള്ളത്, മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ അത് ഒരു വലിയൊരു ട്രൂത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങളൊരു വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ബിഗ് ലീപ്പ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് നഷ്ടപ്പെടും എന്നാണ് നിങ്ങൾ പേടിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അത് നിങ്ങൾ ലവ് ലൂസ് ചെയ്യുന്നതാണോ, ആരുടെയെങ്കിലും സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് നിൽക്കണം, സേഫ്റ്റി ലൂസ് ആവുന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതാണോ എന്നുള്ളത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ഓക്കെ, അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ഫിയർ എന്താണ്, ഏറ്റവും വേഴ്സ്റ്റ് പേടി എന്താണ് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അവിടെയാണ് നിങ്ങളുടെ ഹീലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. അവിടെയാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. ഓക്കെ, ആ ഒരു പേടിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് ഫസ്റ്റ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, നെയിം ദാറ്റ് ഫിയർ. അതായത് ലൂസിങ് മൈ ലവ്, ലൂസിങ് മൈ ദാറ്റ് തിങ്, ലൂസിങ് മൈ മെറ്റീരിയലിസ്റ്റിക് ഗ്രോത്ത്, അങ്ങനെയുള്ള ഒരു ഫിയറിനെ അതിനെ ഏറ്റവും വേഴ്സ്റ്റ് സെനറിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ പോലും അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അങ്ങനെ ഒരു സെനറിയോ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ലൈക്ക് ഐ സെഡ്, അത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബൌട്ട് പൊസഷൻ. നമ്മൾ അവരെ പൊസസ് ചെയ്യുന്നില്ല. അവരൊന്നും നമുക്ക് കാറിനെയോ അല്ലെങ്കിൽ ഒരു വീടിനെയോ ഒന്നും സ്വന്തമാക്കുന്ന പോലെ ഒരു സോളിന് സ്വന്തമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. അതുപോലെ എല്ലാ കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. സോ നിങ്ങൾ എപ്പോൾ ഫിയറിനെ ഒഴിവാക്കുന്നോ, ഫിയറിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നോ, നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചു വാങ്ങിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആരാണ് എന്നുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിന് പറയുന്നത് മൈറ്റി ഐ ആം എന്നാണ്. മൈറ്റി ഐ ആം അഫർമേഷൻ എന്നൊക്കെ പറയും. സോ ഞാൻ ആരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ. ആ ഒരു പവർ നിങ്ങൾക്ക് ഈ ഒരു ഫിയറിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. സോ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഐ മൂവ് ഫോർവേഡ് നോയിങ് ഐ ആം പവർഫുൾ ബിയോണ്ട് ടു മെഷർ, ഐ ആം ലവ്ഡ്, ഐ ആം സേഫ് ആൻഡ് ഐ ബിലോങ്. ഓക്കെ, ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഐ ആം സേയിങ് ദ മോഡറേഷൻ. ഈസ് ദിസ് സംതിങ് യു നോ ദാറ്റ് യു ഷുഡൻറ്റ് ബി ഈറ്റിംഗ്? ഓക്കെ, ഇത് ജസ്റ്റ് അബൌട്ട് മോഡറേഷൻ ആണ്. മോഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളിൽ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ ഓവറായാൽ നമുക്ക് മോശമാണ്.
സോ ആ ഒരു മോഡറേഷൻ എല്ലാ കാര്യത്തിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് സ്നേഹിക്കരുത്, ഓവറായിട്ട് വിഷമിക്കരുത്, ഓവറായിട്ട് കഴിക്കരുത്, ഓവറായിട്ട് എക്സസൈസ് ചെയ്യരുത്, ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യരുത്, ഓവറായിട്ട് നിങ്ങളെ പണിയെടുപ്പിച്ച് കൊല്ലരുത്. ഓക്കെ, ആ ഒരു രീതിയിലുള്ളൊരു മോഡറേഷൻ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ബാലൻസ് കൊണ്ടുവരിക. I'm seeing serenity. Find serenity in nature's embrace. Nature is your sanctuary. I'm saying നിങ്ങൾ കുറച്ച് ലൈഫിന് കുറച്ചുകൂടി ലൈറ്റായിട്ട് എടുക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഷോൾഡേഴ്സ് ഭയങ്കര ടൈറ്റായിട്ട്, ഷോൾഡേഴ്സിൽ നിങ്ങൾക്ക് ടെൻഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈറ്റ്നസ് നിങ്ങൾക്ക് ഉണ്ടാവാം. അത് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നേച്ചറുമായിട്ട് ടൈം കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നേച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സാങ്ച്വറിയാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇറ്റ്സ് അബൌട്ട് നിങ്ങൾ ഒരു നേച്ചറിലെ നിങ്ങളുടെ സാങ്ച്വറി എന്ന് പറയുന്നത് നേച്ചറാണ്. സോ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഗ്രീനറി, ഇറ്റ്സ് അബൌട്ട് ബീച്ചസ്, ഇറ്റ്സ് അബൌട്ട് മൗണ്ടെയിൻസ്, ഇറ്റ്സ് അബൌട്ട് ഫോറസ്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഏത് എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ തോന്നുന്നത്, അവിടേക്ക് നിങ്ങൾ കണക്റ്റായി പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കൊരു റിലാക്സേഷൻ ആവശ്യമാണെന്നുള്ളത് കാണുന്നു. ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പക്ഷെങ്കിൽ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഹയർ പവർ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ പോകേണ്ടി വരുന്നത് ഇറ്റ്സ് അബൌട്ട് നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ്സ് റിവീൽഡ് ആവാനുള്ള ഒരു സമയമായത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഐ എം സെയിങ് ദ മൂൺ എനർജി, ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ, സൂപ്പർ മൂൺ. നിങ്ങൾ മൂഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല ഇപ്പം എന്തിനാണ് എനിക്ക് സങ്കടം തോന്നിയത്, ഇപ്പം എന്താ എനിക്ക് വിഷമം തോന്നിയത് എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടാവും. ബട്ട് ദാറ്റ് ഇസ് നോർമൽ. നിങ്ങളുടെ ഇമോഷൻസ് കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു സമയമാണ്. വെൻ യു ആർ കണക്റ്റിംഗ് വിത്ത് ദ മൂൺ, നിങ്ങൾക്ക് ഇമോഷൻസ് മനസ്സിലായി തുടങ്ങും. ഇമോഷൻസ് കൂടുതലായിരിക്കും, നിങ്ങൾ സെൻസിറ്റീവ് ആവും, ആൾക്കാരുടെ എനർജിയുമായിട്ട് നിങ്ങൾ സെൻസിറ്റീവ് ആവും എന്നുള്ളതാണ്. ഓക്കെ, ഐ എം സീയിങ് ഓക്കെ, നിങ്ങൾ കുറേ നാളായിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട് എന്തോ കാര്യം. അതായത് ഇത് ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല. ആ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കാര്യത്തിന് ഒരു സ്റ്റെപ്പ് നാളെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു കുഞ്ഞു സ്റ്റെപ്പായിരിക്കാം, ഒരു 0.0001% ഓഫ് വാട്ട് യു ഹാവ് ടു ഡു ആയിരിക്കാം. പക്ഷെ എന്നാലും ആ ഒരു സ്റ്റെപ്പ് നാളെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ഐഡിയേൻ്റെ മേലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഐഡിയ ആയിട്ട് നിന്നിട്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് നിങ്ങളുടെ ആൻസസ്റ്റർ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഐ എം സീയിങ് ദ വേൾഡ് കാർഡ്. നിങ്ങൾക്ക് ഒരു ഇമ്പാക്റ്റ് ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, അത് ആൾക്കാരുടെ ലൈഫിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ നിങ്ങളുടെ സോളിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവാം എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ എം സീയിങ് 6 ഓഫ് Pentacles. നിങ്ങൾ പലപ്പോഴും ഒരു ഗീവർ എനർജി ആയിട്ട് ഇരുന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ അതിനുള്ള ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രൂട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ജൂലൈ മന്തിന് ശേഷം യു ക്യാൻ എക്സ്പെക്ട് സംതിങ്. നിങ്ങൾ കൊടുത്തെടുത്തു നിന്നുള്ള തിരിച്ച് കിട്ടൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തേ മതിയാവുള്ളൂ. വർക്കൗട്ട് ആവാത്ത റിലേഷൻഷിപ്പ്, വർക്കൗട്ട് ആവാത്ത നിങ്ങളുടെ ഇമോഷൻസ്, വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പോയേ മതിയാവുള്ളൂ. അതിനെ നിങ്ങൾ എത്രത്തോളം സ്ട്രെസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിർത്താൻ ശ്രമിക്കുന്നു, അത് അത്രത്തോളം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓഗസ്റ്റ് മന്തിന് ശേഷം യു വിൽ ഡിസൈഡ് ടു ലെറ്റ് ഗോ വാട്ട് ഇസ് നോട്ട് സർവിങ് യു. നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇനി വേണ്ട എന്ന് വിചാരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. ആൻഡ് ഐ എം സീയിങ് 4 ഓഫ് Wands എനർജി. മാരേജിനെ പറ്റിയിട്ടുള്ളൊരു സമയമാണ്. മാരേജ് 4 മന്ത്സിൽ ഒരു മാരേജിന് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാരേജിനുള്ള ചാൻസസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റേബിൾ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി വരുന്ന സോൾമേറ്റ്സിനെ മീറ്റ് ചെയ്യുക, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് 4 മാസത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഐ എം സീയിങ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നല്ലൊരു ടൈം പീരീഡാണ്. അതായത് നിങ്ങൾക്ക് ഒരു ശിവ പാർവതി കണക്ഷൻ, അതേപോലെ തന്നെ നല്ല ബോൺസ് ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡാണെന്നുള്ളത് കാണുന്നു. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ കല്യാണം നോക്കുന്ന ആൾക്കാരാണ്, റിലേഷൻഷിപ്പ് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പറ്റിയ ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് എനർജീനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് പേജ് ഓഫ് പെന്റക്കിൾസ് എനർജി. അതായത് നിങ്ങൾക്ക് മണിയുടെ കാര്യത്തിൽ ഓപ്പർച്യൂണിറ്റീസ്, മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആവുന്ന ഒരു ടൈമാണ് എന്നുള്ളത് കാണുന്നു. പക്ഷേ
അത് നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏജിനെക്കാട്ടിലും താഴെ ഏജുള്ള ആളിൽ നിന്നുമുള്ള ഒരു സഹായമായിരിക്കും. അവരായിരിക്കും നിങ്ങളെ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് ചേട്ടാ ചേച്ചി ഇത് ചെയ്ത് നോക്കിക്കൂടെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുമല്ലോ എന്നൊക്കെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പം നിങ്ങളെക്കാട്ടിലും വയസ്സ് കുറഞ്ഞൊരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓൾ ഇൻ ഓൾ എനിക്ക് അധികം നെഗറ്റിവിറ്റി ഇല്ലാത്ത ഒരു ഇയറാണ് നിങ്ങൾക്ക്. ആസ് യു ഗോ ഫോർവേഡ് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനൊരു ജസ്റ്റിസ് കിട്ടുന്ന ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനൊന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കുറച്ച് ഫിയേഴ്സ് ഉണ്ട്, ആ ഫിയറിനെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ മേലെ ഹീലിംഗ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.